എല്ലാവർക്കും നമസ്കാരം. SLC 2026 മാർച്ചിലെ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിൾ ആണ്. 5-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 5-ാം തീയതി നമ്മുടെ ലാംഗ്വേജ് ആണ്, ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. മലയാളം, തമിഴ് അങ്ങനെയുള്ള ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ഒന്നാം ഭാഷ, പാർട്ട് 1 ആണ് 5-ാം തീയതി ഉള്ളത്. പിന്നെ 5 കഴിഞ്ഞതിന് ശേഷം 6, 7, 8 3 ദിവസമില്ല എക്സാം. പിന്നെ 9-ാം തീയതി മൺഡേ ആണ് എക്സാം വരുന്നത്. മൺഡേ ഇംഗ്ലീഷ് ആണ് കേട്ടോ, ഇംഗ്ലീഷ് ആണ് പരീക്ഷ വരുന്നത്. അതിനുശേഷം 10-ാം തീയതി ഇല്ല, 11-ാം തീയതി ബുധനാഴ്ചയാണ് പരീക്ഷ ഉള്ളത്. അത് നമ്മുടെ ഒന്നാം ഭാഷ, അതിൻ്റെ പാർട്ട് 2 ആണ്. മലയാളം അടങ്ങിയ ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും പാർട്ട് 2 ആണ് വരുന്നത്. ദെൻ പിന്നെ ഉള്ളത് 11-ന് ശേഷം 12 ഇല്ല, 13-ാം തീയതി വെള്ളിയാഴ്ചയാണ് നമ്മുടെ തേർഡ് ലാംഗ്വേജ്, അതായത് ഹിന്ദി കേട്ടോ, ഹിന്ദിയാണ് വരുന്നത് 13-ാം തീയതി. അതിനുശേഷം 13-ന് ശേഷം 14, 15 ഇല്ല, 16-ാം തീയതിയാണ് പിന്നെയുള്ളത്. 16-ാം തീയതി മാത്സ് ആണ് വരുന്നത്. ദെൻ 16 കഴിഞ്ഞിട്ട് 17 ഇല്ല, പിന്നെ 18-ാം തീയതിയാണ്. 18-ാം തീയതി ഫിസിക്സ് ആണ്. ദെൻ 18 കഴിഞ്ഞതിന് ശേഷം 19, 20, 21, 22 4 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നിങ്ങൾക്ക് 23-ാം തീയതിയാണ് പരീക്ഷയുള്ളത്. 23-ാം തീയതി സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ സോഷ്യൽ സയൻസ് പഠിക്കാൻ ഒരുപാട് ദിവസമുണ്ട്, ഏകദേശം 4 ദിവസം വരുന്നുണ്ട്. നല്ലോണം പഠിക്കാൻ സമയമുണ്ട്. ദെൻ അടുത്ത പരീക്ഷ വരുന്നത് 25-ാം തീയതിയാണ്. 24-ാം തീയതി ഇല്ല, 25-ാം തീയതി കെമിസ്ട്രി ആണ് വരുന്നത്. 25 കഴിഞ്ഞതിന് ശേഷം 30-ാം തീയതിയാണ് പരീക്ഷ, അതായത് 26, 27, 28, 29 4 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം 30-ാം തീയതി പരീക്ഷയാണ്. 30-ാം തീയതി ഏതാണ് ബയോളജിയാണ്. അപ്പോൾ ബയോളജിയും പഠിക്കാൻ 4 ദിവസമുണ്ട്. അപ്പോൾ ടഫ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ഉണ്ട്. സോഷ്യൽ സയൻസ് പഠിക്കാൻ ഇവിടെ എന്താണ് 4 ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മാത്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് വരുന്നത്. അപ്പോൾ മാത്സ് പഠിക്കാൻ 2 ദിവസം വരുന്നുണ്ട് അല്ലേ, 14, 15 2 ദിവസം ഗ്യാപ്പാണ് മാത്സിനുള്ളത്. പിന്നെ IT പരീക്ഷയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1-ാം തീയതി ഇല്ലേ, 1-2-26 മുതൽ 14-2-26 വരെ IT-യുടെ പ്രാക്ടിക്കൽ പരീക്ഷ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിൾ. അപ്പോൾ നിങ്ങൾ പഠിക്കുക, ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പഠിക്കുക, മാക്സിമം പോർഷൻസ് ഒക്കെ പഠിച്ച് തീർക്കുക കേട്ടോ.